നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. നമ്മുടെ രാജ്യത്തെ ഇന്ത്യ എന്ന് മാത്രമാണ് വിളിക്കേണ്ടതെന്നും അതാണ് ചരിത്രമെന്നും എളമരം കരീം MP. ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി മഹാത്മാഗാന്ധിയുടെയും ദേശീയ നേതാക്കളുടെയും നേതൃത്വത്തിൽ നടന്ന ദേശീയ പ്രക്ഷോഭമാണ് ഇന്ത്യക്കാരെ യോജിപ്പിച്ചത്. അതാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ അഥവാ ഭാരതം എന്ന ഈ രാഷ്ട്രം രൂപം കൊള്ളാനിടയായി. അതിനനുസരിച്ച് ഭരണഘടനയുണ്ടായി. ഈ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾ അവർക്കായി സമർപ്പിക്കുന്നു. ആ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. ഭാരത് എന്ന വാക്ക് ഇന്ത്യയുടെ പര്യായമായിട്ടല്ല ഭരണഘടനയിൽ ചേർത്തത്. ഇന്ത്യ എന്നാണ് പേര്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നായിരിക്കണം, ഭാരതം എന്നായിരിക്കണം എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ ഭരണഘടനാ നിർമ്മാണ കൗൺസിലിൻ്റെ ചെയർമാനായിരുന്ന ഡോക്ടർ അംബേദ്കർ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ കൊണ്ടുവന്ന നിർദ്ദേശമാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. ഭാരത് എന്ന പേര് വേണമെന്ന് ആവശ്യപ്പെട്ടവരെയും തൃപ്തിപ്പെടുത്തി അങ്ങനെ ഒരു പേര് കൊണ്ടുവന്നു. അതാണ് നമ്മുടെ രാജ്യം. ഈ രാജ്യത്തെ വേറെ ഒരു പേരിട്ട് വിളിക്കാനും പാടില്ല. ഇന്ത്യ എന്ന് തന്നെ വിളിക്കാൻ പാടില്ല. ഇന്ത്യ എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രവും പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് സിന്ധു നദി. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടയോട്ടമായി ഇന്ത്യയിലേക്ക് വന്ന വിവിധ സംസ്കാരങ്ങൾ, അതിൽപ്പെട്ട പേർഷ്യൻ സംസ്കാരത്തിൽപ്പെട്ടവർ, പേർഷ്യൻ ഭാഷയിൽ സ എന്ന വാക്കുണ്ടായിരുന്നില്ല, ഹ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് സിന്ധു എന്നതിന് പകരം ഹിന്ദു എന്ന് വിളിച്ചത്. അങ്ങനെയാണ് ഹിന്ദു എന്ന പേരുണ്ടായത്. അതിൽ നിന്നാണ് ഇന്ത്യ ഉണ്ടായത്. ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയുടെ ഭാഗമാണ്. മാത്രമല്ല നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക്, സെക്കുലർ, സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക്കാണ്. അതിൽ സെക്കുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നും ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം പിന്നീട് ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ്. ആദ്യം ഉണ്ടായിരുന്നത് ഡെമോക്രാറ്റിക്, ഫെഡറൽ റിപ്പബ്ലിക് എന്നാണ്. സോഷ്യലിസ്റ്റ് ആൻഡ് സെക്കുലർ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട് ജനാധിപത്യ, മതനിരപേക്ഷ, സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക്കാണ്. വിവിധ സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരുണ്ട്, വ്യത്യസ്ത സംസ്കാരങ്ങളുണ്ട്. നമ്മുടെ ഭാഷ മലയാളമാണ്. നമ്മുടെ വസ്ത്രധാരണം വടക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണ്. നമ്മുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ കലാപരിപാടികൾ വ്യത്യസ്തമാണ്. എന്നാലും നമ്മൾ ഇന്ത്യക്കാരാണ്. ഇതുപോലുള്ള വ്യത്യസ്തത പഞ്ചാബിനുണ്ട്, രാജസ്ഥാനുണ്ട്, ബംഗാളിന് വേറെയുണ്ട്, ആസാമിന് മറ്റൊന്നാണ്. ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രം എന്ന തത്വമാണ് ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.